ജരാനരകൾ വിട്ടുമാറാൻ കഴിയുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങളെ പെർഫെക്റ്റ് ആക്കാൻ കഴിയുന്ന, കാഴ്ചശക്തിക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ചവനപ്രാശം എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്തുള്ള എന്തൊക്കെ കണ്ടന്റ്, എന്തൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഗുണങ്ങളൊക്കെ കിട്ടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും അതിനകത്ത് അടങ്ങിയിട്ടുള്ള കണ്ടന്റുകൾ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. കഥകളോ ഐതിഹ്യങ്ങളോ സത്യമോ കളവോ എന്തോ ആകട്ടെ, അതിൽ പറയുന്ന കാര്യങ്ങൾ അത് സത്യമാണ്, അല്ലെങ്കിൽ ഈ ഉൽപ്പന്നങ്ങൾക്ക് ഈ ഗുണങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രധാനമായും ഇതിനകത്ത് നെല്ലിക്ക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഗൂസ്ബെറി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ തനതായിട്ടുള്ള ഒരു ബെറിയാണ്, അല്ലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബെറികളാണ് ഒന്നാമത്തെ കണ്ടന്റ്. നെല്ലിക്ക, ആംലക്കിന്നും ആംല എന്നൊക്കെ ഇതിന് പറയും. ഈ നെല്ലിക്ക കൊണ്ടുള്ള എന്തൊക്കെ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ എല്ലാവരും പറയുന്ന ഒരു ഉത്തരം ഇത് വൈറ്റമിൻ സി എൻറിച്ച് ആണെന്ന് പറയും. എന്നാൽ വൈറ്റമിൻ സി മാത്രമല്ല അതിലടങ്ങിയിട്ടുള്ളത്. അതിലടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ സൊല്യൂബിൾ ആയിട്ടുള്ള ഫൈബർ. സൊല്യൂബിൾ ഫൈബർ എന്ന് പറഞ്ഞാൽ അലിഞ്ഞു ചേരുന്ന തരത്തിലുള്ള ഫൈബർ. നാരിന്റെ അംശം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചകിരി നാര് പോലെയൊക്കെ മനസ്സിൽ കാണുന്നുണ്ടെങ്കിലും അതല്ല നാര്. വളരെ മൈന്യൂട്ടായി കോശങ്ങൾക്കകത്തേക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നാരുകളെയാണ് സൊല്യൂബിൾ ഫൈബർ എന്ന് പറയുക. ഇത് പൊതുവെ നമുക്ക് എന്തൊക്കെ ഗുണം ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ ഷുഗർ ലെവലിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. അതേപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ നെല്ലിക്കൊക്കെ വലിയ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദഹന പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നതിന് ഈ പറയുന്ന സൊല്യൂബിൾ ഫൈബർ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് ആമാശയത്തിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ തന്നെ പറയാം, ആമാശയത്തിൽ ഉണ്ടാകുന്ന ദഹന പ്രവർത്തനത്തെ വളരെ സപ്പോർട്ടീവായി സഹായിക്കാൻ ഇതിന് കഴിയും. അപ്പൊ സ്വാഭാവികമായും ആമാശയത്തിലുള്ള പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ദഹന പ്രവർത്തനം വളരെ പെർഫെക്റ്റ് ആകും എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലത്തെ തന്നെ മറ്റൊരു ഗുണമാണ് ദഹന പ്രവർത്തനം കഴിഞ്ഞാലും, ഞാൻ പ്രോബയോട്ടിക് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിന് ആഗിരണം ചെയ്യാനുള്ള ഒരു ശേഷി, പോഷകങ്ങളെ ശരീരത്തിന് ആഗിരണം ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനും ഈ പറയുന്ന നെല്ലിക്കക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു ഗുണം എന്ന് പറഞ്ഞ വൈറ്റമിൻ എ എൻറിച്ച് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടെ. വൈറ്റമിൻ സി എന്ന് പറയുന്ന പോലെ തന്നെ വൈറ്റമിൻ എ എൻറിച്ച് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടെയാണ്, അല്ലെങ്കിൽ കണ്ടന്റ് കൂടെയാണ് ഈ പറയുന്ന നെല്ലിക്ക. വൈറ്റമിൻ എ എൻറിച്ച് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മുരിങ്ങയിലൊക്കെ വൈറ്റമിൻ എ എൻറിച്ച് ആണ്. അതേപോലെ തന്നെ വൈറ്റമിൻ എ വളരെ കുത്തി നിറച്ചിട്ടുള്ള ഒരു സാധനമാണെന്ത് ഈ പറയുന്ന നെല്ലിക്ക. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ എ ശരീരത്തിൽ നന്നായി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് കണ്ണിന്റെ കാഴ്ചശക്തിയെ നന്നായി ഇംപ്രൂവ് ചെയ്യാൻ ഇതിന് കഴിയും. അതോടൊപ്പം തന്നെ പ്രായത്തിന്റെ ഭാഗമായി നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് അയഞ്ഞു വരും, അല്ലെങ്കിൽ പ്രായം കൂടുന്നതനുസരിച്ച് മസിൽസിനൊക്കെ ഒരു അയവ് വരും. അതിന് സ്റ്റിഫ് ആൻഡ് സ്റ്റേൺ ആക്കി നിർത്താൻ ഇതിന് സാധിക്കും എന്നുള്ളത് മറ്റൊരു ഗുണമാണ്. അതായത് പേശി ബലം വർദ്ധിപ്പിക്കാൻ ഇത് വളരെ ഉപകാരപ്പെടും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഗുണം. ഇനി വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും മാത്രമല്ല, വൈറ്റമിൻ ഇയും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ അയൺ അടങ്ങിയിട്ടുണ്ട്, കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഈ പറയുന്നതുകൊണ്ട് ഇത് മാത്രം അടങ്ങി നല്ല അർത്ഥം കേട്ടോ. അത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എൻറിച്ച് ആണ്. ബാക്കിയുള്ള വൈറ്റമിൻസ് ഉണ്ടാകും. ഏറ്റവും കൂടുതൽ നിറഞ്ഞിട്ടുള്ള സാധനമാണ് ഈ പറയുന്ന സാധനം. അതുപോലെ തന്നെ അയൺ എൻറിച്ച് ആണ്. അയൺ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് നമുക്കറിയാം. പൊതുവെ രക്തകോശങ്ങളുടെ വർധനവിന് ഏറ്റവും നല്ലതാണ് അയൺ എന്ന് പറയുന്നത്. അതുപോലെ കാൽസ്യം എല്ലിന്റെയും പല്ലിന്റെയും മുടിയുടെ ഒക്കെ വളർച്ച, അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിന്റെ വളർച്ചക്ക് വളരെ അനിവാര്യമായിട്ടുള്ള സംഗതിയാണ്. അതുപോലെ തന്നെ ഇതിനെക്കൊണ്ടുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത് മെമ്മറിയെ ബൂസ്റ്റ് ചെയ്യാൻ വൈറ്റമിൻ സി വളരെ ഗുണകരമാണ്.
അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഫൈറ്റോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പഴങ്ങളായാലും പച്ചക്കറികളായാലും അതിന്റെയൊക്കെ തൊലിയിൽ പച്ച നിറം കാണുന്ന നമ്മൾ ആപ്പിളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ തൊലി ഭാഗത്ത് ഏറ്റവും തൊലി ഭാഗത്താണ് ഫൈറ്റോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളത്. അത് ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് കൂടെയാണ്. സ്വാഭാവികമായും ഇത് നമ്മളെ ഫ്രീ റാഡിക്കൽസിനെ കൺട്രോൾ ചെയ്യുന്നു. നമ്മൾ 95 ഒക്കെ പറയുന്ന സമയത്ത് പറയും നമ്മളെ ഫ്രീ റാഡിക്കൽസിനെ, അതായത് സ്വതന്ത്രമായി നടക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ കൂട്ടത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് കൂട്ടം തെറ്റിയ കുഞ്ഞാടുകളെ എന്നൊക്കെ പറയും പോലെ കൂട്ടം തെറ്റിയ കോശങ്ങളെ ഏകീകരിപ്പിച്ച് ഒന്നിച്ചു നിർത്തി ആരോഗ്യത്തെ നിലനിർത്താൻ അതും ഇതിന് കഴിയുന്നു. അതേപോലെ തന്നെ ഇത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന്, ഹാർട്ട് ഫങ്ഷൻ പെർഫെക്റ്റ് ആക്കുന്നതിന് വലിയ ഗുണം ചെയ്യുന്ന ഒരു കണ്ടന്റാണ് നെല്ലിക്ക. അതുപോലെ ക്യാൻസർ കോശങ്ങളെ ചെറുക്കുന്നതിന് വൈറ്റമിൻ സിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒരു കണ്ടന്റാണ് നെല്ലിക്ക. ഇതിനകത്ത് നമ്മുടെ കവചപ്രാശം അല്ലെങ്കിൽ ചവനപ്രാശത്തിനകത്ത് 30% അടങ്ങിയിട്ടുള്ളതും ഈ നെല്ലിക്കയാണ്. അതുകൊണ്ട് തന്നെ ഈ നെല്ലിക്ക ഒരു ദിവസം നമ്മളെ സംബന്ധിച്ചുള്ള ശരീരത്തിൽ ചെന്നാൽ കിട്ടുന്ന എല്ലാ ഗുണങ്ങളും, നമ്മൾ ഡെയിലി ഒരു 10 നെല്ലിക്ക കഴിക്കുകയാണെങ്കിൽ ബെസ്റ്റ് എന്ന് പറയും. പക്ഷെ ഡെയിലി 10 നെല്ലിക്ക കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് നെല്ലിക്കയുടെ എക്സ്ട്രാക്റ്റ് ആണ്, സത്താണ്. ഇത് നമുക്ക് ഡെയിലി കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ ഗുണം. ഇനി ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് മുതലേ അറിയപ്പെടുന്ന ഒരു അരിഷ്ടമാണ് ദശമൂല അരിഷ്ടം എന്ന് പറയും. ദശമൂലം 10 വേരുകൾ, 10 മൂലങ്ങൾ, ഈ പറയുന്ന 10 വേരുകൾ അടങ്ങിയിട്ടുള്ള ഒരു കണ്ടന്റ് കൂടെയാണ് ഈ പറയുന്ന നമ്മുടെ കവചപ്രാശം എന്ന് പറയുന്ന ലേഖനം. എന്തൊക്കെയാണ് ദശമൂലങ്ങൾ എന്ന് വെച്ചാൽ അതിൽ 2 തരത്തിലാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. 10ൽ 5 5ആയി ഇതിനെ മാറ്റി വെക്കും. 5 ബൃഹത് പഞ്ചമൂലം എന്നും 5 ലഘു പഞ്ചമൂലം എന്നുമാണ് ഇതിനറിയപ്പെടുന്നത്. ബൃഹത് പഞ്ചമൂലത്തിൽ കൂവളം, മുഞ്ച, പലകപ്പയ്യോനി, പാതിരി, കുമിഴ്, ഇങ്ങനെ 5 കണ്ടന്റുകളാണ് ബൃഹത് പഞ്ചമൂലത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി അതിൽ ലഘു പഞ്ചമൂലത്തിൽ ഓരില, മൂവില, കുത്തരിച്ചുണ്ട, ആനച്ചുവടി, ഞെരിഞ്ഞിൽ, ഇത്രയും കണ്ടന്റാണ് ലഘു പഞ്ചമൂലത്തിലും അടങ്ങിയിട്ടുള്ളത്. ഇത് രണ്ടും കൂടി ചേരുന്ന സമയത്ത് ഇത് ദശമൂലമാവും. ദശമൂലത്തിന് എല്ലാ അർത്ഥത്തിലും ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് ഏറ്റവും പ്രധാനം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, വാതപിത്ത കഫത്തിന്റെ സന്തുലിതമായ അവസ്ഥയാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയാറ്. അപ്പൊ സ്വാഭാവിക വാദം എന്ന് പറയുന്ന സമയത്ത് ശ്വസന വ്യവസ്ഥയാണ്. ഈ ശ്വസന വ്യവസ്ഥയെ പെർഫെക്റ്റ് ആക്കാൻ, അതിനെ സന്തുലിതമാക്കാൻ ഈ പറയുന്ന ദശമൂലങ്ങൾക്ക് കഴിവുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ വാതരോഗം, വാദം എന്ന് പറയുന്ന അവസ്ഥയല്ല, നമ്മൾ ത്രിദോഷങ്ങളിൽപ്പെട്ട വാദത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ആർത്രൈറ്റിസ് എന്ന് പറയുന്ന വാദത്തെ ഇല്ലാതാക്കാൻ ഈ പറയുന്ന ദശമൂലങ്ങൾക്ക് കഴിവുണ്ട്. അതുപോലെ തന്നെ ദഹന വ്യവസ്ഥ പെർഫെക്റ്റ് ആക്കുന്നതിന് ഇതിന് അസാധ്യമായ കഴിവുണ്ട്. മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ ഇതിന് കഴിവുണ്ട്. പനി ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ പനിയെ കൺട്രോൾ ചെയ്യാൻ, ശരീരത്തിന്റെ താപനില കൺട്രോൾ ചെയ്യാൻ ഇതിന് കഴിവുണ്ട്. അതേപോലെ മസിൽസിനൊക്കെ ഉണ്ടാകുന്ന പെയിൻ, നമ്മളെ ചില ആളുകൾ പറയും എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, കാലിന്റെ മുകളിൽ അല്ലെങ്കിൽ തൊടയിൽ നിന്നും പിന്നെ പുറത്ത് ഇവിടെ നിന്നൊക്കെ ഭയങ്കര വേദന എന്ന് പറയും. ഈ മസിൽസ് പെയിനൊക്കെ ഇല്ലാതാക്കാൻ ഇതിന് വലിയ കഴിവുണ്ട്. അതുപോലെ പാരാലിസിസ് പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ ഇതിന് കഴിവുണ്ട്. ഇങ്ങനെ ഒരുപാട് കഴിവുകൾ നമുക്ക് ശരീരത്തിൽ നേടിത്തരുന്ന ഘടകമാണ് ദശമൂലം അല്ലെങ്കിൽ 10 വേരുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഈ ദശമൂലം ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടന്റാണ്. അപ്പൊ 10 അതുമായി. പിന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള മറ്റൊരു കണ്ടന്റാണ് കുങ്കുമപ്പൂ. കുങ്കുമപ്പൂവ് പൊതുവെ നമുക്കറിയാം, എല്ലാവരും അത് സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ശരീരത്തിന് കളറൊക്കെ മെച്ചപ്പെടുത്താൻ, സ്കിന്നിന്റെ ഒക്കെ കളർ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയാണ് ആളുകൾ അറിയപ്പെടുന്നതും ഉപയോഗപ്പെടുന്നതും.
പക്ഷേ ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം നമ്മൾ ഈ പറയുന്ന കുങ്കുമപ്പൂ അടങ്ങി നമ്മളെ ഇതിനകത്തുണ്ട്, മാൻസെക്തിമാനത്തുണ്ട്. എന്തുകൊണ്ട് ചേർത്തു എന്ന് വെച്ചാൽ ബ്രെയിൻ സെൽസിനെ ഏറ്റവും നന്നായി ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് മോചിപ്പിക്കാൻ ഇതിന് കഴിയുന്നതാണ്. ബ്രെയിൻ ആണ് നമ്മളെ ശരീരത്തിന്റെ എല്ലാ കോശങ്ങളെയും എല്ലാ അവയവങ്ങളെയും നിയന്ത്രിക്കുന്നത്. ബ്രെയിൻ ആകുമ്പോൾ ആ ബ്രെയിനിന് എന്തെങ്കിലും പറ്റിയ ബുദ്ധിമുട്ടാണ്. ആ ബ്രെയിൻ ഫംഗ്ഷനെ അല്ലെങ്കിൽ ബ്രെയിൻ സെൽസിൽ ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ ഇല്ലാതാക്കാൻ ഇതിന് കഴിയും. അതേപോലെ തന്നെ സ്വാഭാവികമായും ഇത് ബ്രെയിൻ സെൽസ് പെർഫെക്റ്റ് ആകുമ്പോൾ മെമ്മറി ഒക്കെ നന്നായി ബൂസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ചിലയാൾക്ക് നമ്മൾ ഫൈറ്റേഴ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് പറയാം മാനസികമായ നിലനിർത്തുക, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ടെൻഷൻ കുറയ്ക്കുക. അതായത് ഇമോഷണൽ ബാലൻസിനെ നിലനിർത്തി അതുകൊണ്ട് തന്നെ ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങൾ ചിലയാൾക്ക് ഉണ്ടാവും. ഉറക്കക്കുറവ്, അപ്പൊ ഉറക്കത്തെ മെച്ചപ്പെടുത്തും. അമിതമായിട്ടുള്ള ഉത്കണ്ഠ അതിനെ ഇല്ലാതാക്കാൻ ഇതിന് കഴിയും. ഹൈ BP, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവയെ നന്നായി മാനേജ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഐ ഹെൽത്ത്, നമ്മുടെ ഐ ഹെൽത്ത് എന്ന് പറയുന്ന സമയത്ത് ഏജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ. ഒരു 40 വയസ്സ് കഴിയുന്ന സമയത്ത് പൊതുവെ ഒരു കണ്ണിന്റെ ലെൻസ് ഒന്നുകൂടെ റീസെറ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. അതിനുശേഷം കാഴ്ച പൊതുവെ ആളുകൾക്ക് മങ്ങി വരുന്നതാണ് കാണുന്നത്. ഈ പറയുന്ന അവസ്ഥയെ ഇല്ലാതാക്കാൻ, അതായത് ഐ ഹെൽത്ത്, കണ്ണിന്റെ ആരോഗ്യം നന്നായി മെച്ചപ്പെടുത്താൻ ഈ കണ്ടന്റിന് കഴിയും, കുങ്കുമപ്പൂവിന് കഴിയും. നമ്മുടെ കവചപ്രാശിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് എൻറിച്ച്ഡ് വിത്ത് കേസർ. അതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഈ പറയുന്ന പോർഷനിൽ ഉണ്ടാവും, ഈ പറയുന്ന ആ ചുവപ്പ് കള്ളിയിൽ ഏറ്റവും മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് എൻറിച്ച്ഡ് വിത്ത് കേസർ, കുങ്കുമപ്പൂവിനാൽ സമൃദ്ധം. ഈ പറയുന്ന ഒരു കണ്ടന്റ് ആണ് ഇതിനകത്തുള്ളത്. ഇനി കുങ്കുമപ്പൂവ് വേറെയും കുറെ ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, തലച്ചോറ് നന്നായി കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ശരീരത്തിലുണ്ടാകുന്ന മറ്റ് മെറ്റബോളിക് ഡിസോർഡറുകൾ, ഒന്ന് വെയിറ്റ് ഓവർ ഗെയിനിങ്, അതായത് തടി കൂടുക, ഇതിനെ കുറയ്ക്കാൻ ഇതിന് പറ്റും. വെയിറ്റ് ലോസിനെ സഹായിക്കാൻ ഇതിന് പറ്റും. അതേപോലെ തന്നെ ഇതിന് കണ്ണിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഗ്ലൂക്കോമ പോലുള്ള അസുഖങ്ങൾ, ഡയബറ്റിക് മാക്കുലോപ്പതി എന്ന് പറയുന്ന കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, അതേപോലെ തന്നെ ഏജ് റിലേറ്റഡ് ആയി വരുന്ന മസ്കുലർ ഡീജനറേഷൻ എന്ന് വേണേൽ പറയാം. മസ്കുലർ ഡീജനറേഷൻ എന്ന് പറഞ്ഞാൽ ഏജ് റിലേറ്റഡ് ആയി വരുന്ന മസിൽസിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോവുക, AMD എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ. ഈ പറയുന്ന കണ്ടീഷനൊക്കെ പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കും, അതിനൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ സെക്ഷൽ ഇംപ്രൂവ്മെന്റ്, അതുകൊണ്ടാണ് സെക്ഷൽ ഇംപ്രൂവ്മെന്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ മാനശക്തിമാൻ്റെ ഇതിൻ്റെ അകത്ത് കണ്ടന്റ് ചേർത്തിട്ടുള്ളത്. അപ്പോ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് കുങ്കുമപ്പൂ. ഇതേപോലെ തന്നെ നമ്മൾ അതിനകത്ത് ഏറ്റവും ഊന്നി പറയുന്ന മറ്റൊരു കണ്ടന്റാണ് ബ്രഹ്മി. ബ്രഹ്മി നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ബ്രഹ്മി എന്ന് പറഞ്ഞ ബുദ്ധിശക്തിയെ ഇംപ്രൂവ് ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണവും അത് തന്നെയാണ്. മെമ്മറിയെ നന്നായി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. അടിസ്ഥാനപരമായി ബ്രഹ്മിയുടെ ഗുണം വാത-കഫ ദോഷങ്ങളെ സന്തുലിതമാക്കുന്നുള്ളതാണ്. ആയുർവേദത്തിൽ ഇതിനെ പറയുന്നത് വാത-കഫ ദോഷങ്ങളെ സന്തുലിതമാക്കാൻ സഹായിക്കുന്നതാണ്. ഇത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്ന ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിനേക്കാൾ ഉപരി ബ്രഹ്മിക്ക് മറ്റൊരു ഗുണമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം മനസ്സിലാക്കിയോണ്ടാണ് എൻ്റെ മക്കളൊക്കെ ചെറിയ പ്രായത്തിൽ ഞാൻ സ്ഥിരമായി ഇവർക്ക് ബ്രഹ്മിയും തേനും കൊടുക്കുമായിരുന്നു. ആ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ശരീരത്തിൽ വിഷാംശം എന്തെങ്കിലും കയറി ചെന്നാൽ അതിനെ നിർവീര്യമാക്കാൻ ഈ പറയുന്ന ബ്രഹ്മിക്ക് അപാരമായ കഴിവാണുള്ളത്. എന്തെങ്കിലും വിഷവസ്തുക്കൾ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനെ നിർവീര്യമാക്കാൻ ഈ പറയുന്ന ബ്രഹ്മിക്ക് വലിയ ഒരു സ്വാധീനമുണ്ട്. അതേപോലെ തന്നെ വൃക്കയുടെ പ്രവർത്തനം, കിഡ്നി ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കാറില്ല ബ്രഹ്മിയെ, എന്നാൽ കിഡ്നി ഫംഗ്ഷൻസ് മെച്ചപ്പെടുത്താൻ ഇതിന് സാധിക്കും. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫ്ലമേഷൻ, സന്ധികൾ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നീർക്കെട്ടിനെ, ശ്വാസകോശത്തിലും അതേപോലെ തന്നെ സന്ധികളിലും ജോയിന്റിലൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ടിനെ ഇല്ലാതാക്കാൻ ഇതിന് സാധിക്കും. അതേപോലെ നമ്മള് ചെറിയ കുട്ടികൾ
ഈ പറയുന്ന ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളുണ്ടാവും. ഓട്ടിസം എന്നൊക്കെ വേണേൽ പറയാം. ആ കാറ്റഗറിയിൽ വരുന്ന കുട്ടികളൊക്കെ ADHD എന്ന് പറയുന്ന അവസ്ഥ, അതായത് തലച്ചോറിന് അവർക്ക് ഓവർ ആക്ടിവിറ്റിയാണ്. തലച്ചോറിൽ അവരുടെ ചിന്തകൾ എന്തൊക്കെയോ ഉണ്ടാവും. ഈ ചിന്തകളുടെ ഭാഗമായി അവർ ചെയ്യുന്നതും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ബുദ്ധി ഉണ്ടെന്ന് അറിയുന്ന അല്ലെങ്കിൽ തോന്നുന്ന ആളുകൾ നമ്മളെക്കാൾ ബുദ്ധിയുള്ള ഈ കുട്ടികളെ നമ്മൾ മനസ്സിലാക്കില്ല. അതുകൊണ്ട് തന്നെ അവർ ഓവർ ആക്റ്റീവ് ആയിരിക്കും. അവരുടെ പ്രവൃത്തികളും ചെയ്തികളും നമുക്ക് മനസ്സിലാവില്ല. ADHD എന്ന് പറയും. അങ്ങനെ വരുന്ന ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളുടെ തലച്ചോറിനെ ശാന്തമാക്കാനും ഈ പറയുന്ന ബ്രഹ്മിക്ക് കഴിയും. ബ്രഹ്മി ഏറ്റവും നന്നായി ഇങ്ങനെയുള്ള കുട്ടികളുടെ തലച്ചോറിനെ സ്വാധീനിക്കാൻ സഹായിക്കും. ഇനി ബ്രഹ്മിക്ക് മറ്റൊരു ഗുണമുള്ളത്, ആളുകളെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞു, ഉറക്കമില്ലായ്മ ഒരു വലിയ പ്രശ്നം. ഇന്നത്തെ കാലത്ത് നല്ല ഉറക്കത്തിനെ മെച്ചപ്പെടുത്തും. ഇതേപോലെ തന്നെ ഉത്കണ്ഠ, ടെൻഷൻ ഇതിനൊക്കെ കുറക്കാൻ ഇതിന് കഴിയും. നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമലാക്കാൻ ഇതിന് കഴിയും. അതേപോലെ കരളിന്റെ പ്രവർത്തനം, നമ്മുടെ ലിവർ ഫങ്ഷൻ പെർഫെക്റ്റ് ആക്കുന്നതിന് ഇതിന് നല്ല സ്വാധീനമുണ്ട്. പൊതുവെ സ്ത്രീകൾ എണ്ണ കാച്ചുന്ന സമയത്ത് ബ്രഹ്മി അതിനകത്ത് ആഡ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇത് നന്നായി മുടി വളർച്ചയെ സഹായിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായി ഇത് മുടി വളർച്ചയെ സ്വാധീനിക്കും, അല്ലെങ്കിൽ നന്നായി സഹായിക്കും. ഇനി ഇതിന്റെ മറ്റൊരു ഗുണം, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്, നമ്മളൊക്കെ യുവത്വം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. എല്ലാവർക്കും അങ്ങനെ ആഗ്രഹമുണ്ട്. മുഖത്തൊക്കെ ചെറിയ ചുളിവ് വരുന്ന സമയത്ത് പേടി തോന്നും നമുക്ക്. അങ്ങനെയൊക്കെ വരാതിരിക്കാൻ, യുവത്വം നിലനിർത്താനും മുഖകാന്തി വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ ശരീരകാന്തി വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ പറയുന്ന ബ്രഹ്മിക്ക് കഴിവുണ്ട്. അതുപോലെ തന്നെ ഓവറായിട്ട് മൂക്കുരു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മി നല്ല സ്വാധീനം ചെലുത്തും. മൂക്കുരു ഉണ്ടാവില്ല. അതുപോലെ തന്നെ സോറിയാസിസ്, എക്സിമ പോലുള്ള അസുഖങ്ങളെ ഇല്ലാതാക്കാൻ ഇതിന് അപാരമായ കഴിവുണ്ട്. ഇങ്ങനെയൊക്കെ കഴിവുള്ള ഒരു കണ്ടന്റാണ് ബ്രഹ്മി. ഈ പറയുന്ന നമ്മുടെ കവചപ്രാശ് എന്ന് പറയുന്ന ലേഖത്തിൽ ബ്രഹ്മി എൻറിച്ചതാണ്, ഇഷ്ടം പോലെ അടങ്ങിയിട്ടുണ്ട്. മറ്റൊരു ഘടകമാണ് ഇതിനകത്ത് നാഗകേസരം എന്ന് പറയുന്ന അല്ലെങ്കിൽ നാഗചെമ്പകം. നമ്മളെ നാട്ടിലൊക്കെ ചെമ്പകപ്പൂ എന്നൊക്കെ പറഞ്ഞില്ലേ, അത് തന്നെയാണ് നാഗചെമ്പകം. നാഗചെമ്പകത്തിനും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മളെ പനി, ഛർദി പോലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ പൊതുവെ സ്ത്രീകളിൽ കൂടുതൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുന്ന ഇഷ്ടംപോലെ ലേഡീസ് നമ്മൾ കാണും. ഈ പറയുന്ന അവസ്ഥയെ ഇല്ലാതാക്കാൻ ഈ പറയുന്ന കണ്ടന്റിന് സാധിക്കും. അതുപോലെ തന്നെ സ്ത്രീകളിലുള്ള വന്ധ്യത അല്ലെങ്കിൽ പുരുഷ വന്ധ്യതയ്ക്ക് നമ്മൾ മേൻശക്തിമാൻ പറയാറുണ്ട്. സ്ത്രീകൾക്ക് നമ്മൾ സൈക്ലോ പറയാറുണ്ട്, അല്ലെങ്കിൽ വുമൺ കമ്പൈൻ പറയാറുണ്ട്. അപ്പോൾ സ്ത്രീകൾ ഉണ്ടാകുന്ന വന്ധ്യതയെ ഒഴിവാക്കാനും ചില സ്ത്രീകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മളെ ഓവറിയില് വേസ്റ്റുകൾ, മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതിന്റെ ഭാഗമായി ഓവറിയിൽ ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാവുന്നു. ഇതിന് ഡോക്ടേഴ്സ് പറഞ്ഞത് D&C ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള അവസ്ഥ വരാതിരിക്കാൻ, അതായത് ഓവറിയിലുള്ള മാലിന്യങ്ങൾ, യൂട്രസിലുള്ള മാലിന്യങ്ങളെ പുറന്തള്ളാൻ നമ്മളെ വുമൺ കമ്പൈൻ നന്നായി സഹായിക്കും. പക്ഷെ ഇതിനകത്തുള്ള നാഗചെമ്പകവും ഇതേപോലെ യൂട്രസിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ നന്നായി പുറന്തള്ളാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു ഘടകം. അതേപോലെ തന്നെ നല്ല ഗ്ലോയിങ് സ്കിന്ന്. അപ്പോ കവചപ്രാശി കഴിച്ചാൽ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഒന്ന്, യുവത്വം നിലനിർത്താൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ഗ്ലോയിങ് സ്കിന്ന് അതാണ് അതിന്റെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചവന മഹർഷിയുടെ നരകൾ മാറി അത് നല്ല പെർഫെക്റ്റ് സ്കിന്നായി മാറാൻ സഹായിച്ച ഒരു ഘടകം ഇത് തന്നെയായിരിക്കും, നാഗചെമ്പകം. മറ്റൊന്ന്, ഇതിനകത്ത് കറുവപ്പട്ട അടങ്ങിയിട്ടുണ്ട്. കറുവപ്പട്ട നമ്മൾ ചേർത്ത ഒരു സാധനം കണ്ടത് നമ്മൾ ഡയബ ലൈഫാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാവും, ഡയബ ലൈഫിൽ കറുവപ്പട്ട ചേർത്തിട്ടുണ്ടെങ്കിൽ ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാൻ ഇതിന് കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് ആണ് കറുവപ്പട്ട. അതേപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ഫംഗ്ഷനും കൂടെ അതിനുണ്ട്. അതായത് ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടിനെ തടയാൻ ഈ പറയുന്ന കറുവപ്പട്ടയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതേപോലെ ബ്ലഡ് പ്രഷർ, BP വല്ല താണു പോവുക, അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവും.
ബ്ലഡ് പ്രഷർ കൂടിയ വലിയ പ്രശ്നം ഉണ്ടാവില്ല, താണു പോയാൽ വലിയ പ്രശ്നം. താഴേക്ക് പോയി കഴിഞ്ഞാൽ ലോവർ ബ്ലഡ് പ്രഷർ. ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ ഈ പറയുന്ന കണ്ടന്റിന് കഴിയും. അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റിക്കിനെ അതിനെയും നന്നായി കൺട്രോൾ ചെയ്യാൻ ഇതിന് സാധിക്കും. അതുപോലെ തന്നെ ആന്റി വൈറൽ പ്രോപ്പർട്ടിയാണ്, ആന്റി ഫംഗൽ പ്രോപ്പർട്ടിയാണ്, ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും. അതേപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി എന്നൊക്കെ വേണേൽ പറയാം. നീർക്കെട്ടിനെ ഇല്ലാതാക്കും, ബാക്ടീരിയകളെ ചെറുക്കും, ഫംഗസിനെ ചെറുക്കും, വൈറസിനെ ചെറുക്കും. എല്ലാ അർത്ഥത്തിലും ഇത് നമ്മളെ സംബന്ധിച്ചോളം ശരീരത്തിന് വേണ്ടുന്ന നല്ല ഗുണങ്ങൾ ചെയ്യുന്ന ഒരു കണ്ടന്റാണ് കറുവപ്പട്ട എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ തഴുതാമ. തഴുതാമയെ പറ്റി പറയുകയാണെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റി അതിനുണ്ടെന്ന് ചോദിച്ചാൽ എന്തൊക്കെ ഇല്ല എന്ന് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നോട് പറയാം. തഴുതാമ ഒരു സംസ്കൃതത്തിൽ ഞാൻ എല്ലാ സമയത്തും പറയാറുണ്ട്, പുനർനവ എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. വീണ്ടും ശുദ്ധീകരിക്കാൻ, വീണ്ടും പെർഫെക്റ്റ് ആക്കാൻ, പുതിയ കോശങ്ങളെ ജനറേറ്റ് ചെയ്യാൻ ഇതിനൊക്കെ കഴിവുള്ള, ശരീരത്തിലുള്ള ടോക്സിൻസിനെ നന്നായി റിമൂവ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ശരീരത്തിലെ കോശങ്ങളെ കഴുകി വൃത്തിയാക്കാൻ കഴിവുള്ള ഒരു കണ്ടന്റാണ് യഥാർത്ഥ തഴുതാമ. തഴുതാമക്ക് വേറെയും കുറെ ഗുണങ്ങളുണ്ട്. തഴുതാമ ശരിക്കും പറഞ്ഞാൽ ഒരു മൂത്രളമായിട്ടുള്ള പ്രൊഡക്റ്റ് കൂടെയാണ്. മൂത്രളം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു കണ്ടന്റ് കൂടെയാണ് തഴുതാമ. സ്വാഭാവികമായും ഇത് ജലാംശം പോലെ തന്നെ ശരീരത്തിൽ നമുക്ക് ഒരു ഒരു ഫ്ലൂയിഡ് ലെവൽ വർക്ക് ചെയ്യാൻ ഇതിന് സാധിക്കും. നമ്മുടെ എല്ലുകളുടെ ജോയിന്റിലൊക്കെ ഉണ്ടാകുന്ന ജലാംശത്തെ അല്ലെങ്കിൽ അത് ഫ്ലൂയിഡിനെ നിലനിർത്താനുള്ള ഒരു കപ്പാസിറ്റി ഇതിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സന്ധിവേദന പോലുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ, ക്രമപ്പെടുത്താൻ ഇതിന് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു ഗുണം. അപ്പോ ശരീരത്തിലുള്ള കോശങ്ങളെ പുനർനിർമ്മിക്കാൻ, അല്ലെങ്കിൽ ശരീരത്തിലുള്ള കോശങ്ങളെ റിഫ്രഷ് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമൊന്നുമല്ല. പുനർനവ, വീണ്ടും ശുദ്ധീകരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഓർഗൻസിനെയും ശുദ്ധീകരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു പറഞ്ഞ കിഡ്നിയെ കഴുകിക്കളയുക, ലിവറിനെ കഴുകുക, പാൻക്രിയാസിനെ കഴുകുക, ഇതിനൊക്കെ കഴുകി വൃത്തിയാക്കാൻ, നമ്മൾ ഓർഗൻസിനൊക്കെ കഴുകി വൃത്തിയാക്കാൻ കഴിയുന്ന ഒരു കണ്ടന്റ് കൂടെയാണ് തഴുതാമ. അതേപോലെ ഇതിനകത്ത് ചിറ്റമൃതം അടങ്ങിയിട്ടുണ്ട്. ഈ ചിറ്റമൃതം എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ ചെയ്യാറുള്ളത് രക്തശുദ്ധിക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. അതേപോലെ ചിറ്റമൃതത്തിന് മറ്റൊരു ഗുണമുള്ളത് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അതായത് നീർക്കെട്ട് ഇല്ലാതാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ശരീരത്തിൽ മുറിവുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കും. ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒരു കണ്ടന്റാണ് ചിറ്റമൃതം. പിന്നെ അതിനകത്ത് അശ്വഗന്ധ, അമുക്കുരു. അമുക്കുരുവിനെ പറ്റി പറയുകയാണെങ്കിൽ അതിനും ഒരുപാട് ഗുണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായ ഗുണം എന്ന് പറയുന്നത് അത് പിത്ത ദോഷത്തെ, അല്ലെങ്കിൽ ഞാൻ പറയാറുണ്ട് പിത്തം എന്ന് പറഞ്ഞാൽ ദഹനം, ആ ദഹന വ്യവസ്ഥയെ പെർഫെക്റ്റ് ആക്കാനുള്ള അപാരമായ കഴിവുള്ള ഒരു കണ്ടന്റാണ് അമുക്കുരു അല്ലെങ്കിൽ അശ്വഗന്ധ. അശ്വഗന്ധ മറ്റൊരു ഗുണവും ചെയ്യുന്നുണ്ട്. തലച്ചോറിന്റെ പ്രവർത്തനത്തെ, നേരത്തെ പറഞ്ഞ പോലെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ നന്നായി സ്വാധീനിക്കുന്ന, അതിനെ പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ പറയുന്ന അശ്വഗന്ധ അല്ലെങ്കിൽ അമുക്കുരു. ഇത് ഇതിനകത്ത് ഇഷ്ടംപോലെ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ അശ്വഗന്ധക്ക് വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ, ക്യാൻസർ സെല്ലുകളെ ഇല്ലാതാക്കാൻ, ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ നശിപ്പിക്കുക മീൻസ് ക്യാൻസർ സെല്ലുകൾ പുറമേ നിന്ന് വരുന്നതല്ല, ശരീരത്തിനകത്ത് തന്നെ ഉണ്ടാകുന്ന കോശങ്ങൾക്ക് ഉണ്ടാകുന്ന ഘടനാ വ്യതിയാനം, അതാണ് ക്യാൻസർ സെല്ലുകൾ എന്ന് പറയുന്നത്. ക്യാൻസർ സെല്ലുകൾ പുറമേ നിന്ന് വരുന്നതല്ല, ശരീരത്തിനകത്ത് തന്നെ മെറ്റബോളിക് ഡിസോർഡറുകൾ വന്ന കോശങ്ങളെയാണ് ക്യാൻസർ സെല്ലുകൾ എന്ന് പറയുന്നത്. നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ശേഷി, സ്വാഭാവികമായിട്ടുള്ള സിദ്ധി മാറി മറ്റൊരു സിദ്ധിയിലേക്ക്, നമുക്ക് ബാധ കൂടുക എന്നൊക്കെ പറയുന്നത്, അതേപോലെ നമ്മളെ ശരീരത്തിൽ ബാധ കൂടിയ കോശങ്ങളാണ് യഥാർത്ഥ ക്യാൻസർ കോശങ്ങൾ. ആ ബാധയെ ഇല്ലാതാക്കാൻ അശ്വഗന്ധക്ക് വലിയ സ്വാധീനമുണ്ട്, വലിയ കഴിവുണ്ട്. അപ്പൊ നമുക്ക് അശ്വഗന്ധ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ചിറ്റമൃതം, തിപ്പല്ലി. ഇതിനകത്ത് എന്തിനാണ് തിപ്പല്ലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് താപനില നിലനിർത്തുന്നതിൽ തിപ്പല്ലിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ തിപ്പല്ലി ചേർന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കണ്ടന്റുകളെയും ബൂസ്റ്റിംഗ് ഏജന്റായി നമ്മൾ ഇതിനകത്ത് തിപ്പല്ലി പ്രവർത്തിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ശതാവരിക്കിഴങ്ങ്. ശതാവരിക്കിഴങ്ങിന്റെ ഒരു ഗുണം,
ശതാവരിക്കിഴങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ ആന്റി ഓക്സിഡന്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് ആണ് ശതാവരിക്കിഴങ്ങ്. ആന്റി ഓക്സിഡന്റ് ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ശരീരത്തിന്റെ കോശങ്ങളെ പെർഫെക്റ്റ് ആക്കാനുള്ള ഒരു വലിയ സ്വാധീനം ഈ പറയുന്ന ശതാവരിക്കിഴങ്ങിനുണ്ട്. അതേപോലെ തന്നെ രക്തത്തെ നേർപ്പിക്കാൻ, നമ്മള് അറ്റാക്ക് വന്ന അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞുള്ള കാർഡിയാക് അറസ്റ്റ് വന്ന ആളുകൾക്കൊക്കെ ആസ്പിരിൻ പോലത്തെ മെഡിസിൻ ആണ് ഡോക്ടേഴ്സ് കൊടുക്കാറുള്ളത്. അതിനൊക്കെ സൈഡ് എഫക്ട് ഉണ്ടെങ്കിൽ ശതാവരിക്കിഴങ്ങ് ഇതേ ധർമ്മം ചെയ്യും. ഈ പറയുന്ന രക്തത്തെ നേർപ്പിച്ച് സ്മൂത്ത് ആൻഡ് എന്താ പറയാ സൂത്തിങ് എഫക്റ്റിലേക്ക് മാറ്റി അത് നന്നായി എല്ലാ ഭാഗത്തേക്കും ഒഴുകാൻ ഇത് സഹായിക്കും. ഇനി ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള മറ്റൊരു കണ്ടന്റ് കറ്റാർ വാഴ. കറ്റാർ വാഴ നമുക്കറിയാം ഏകദേശം 150ഓളം ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു കണ്ടന്റ് ആണ് കറ്റാർ വാഴ. ഈ കറ്റാർ വാഴ ശരീരത്തിലുള്ള ദുർമേധസ്സുകളെ അല്ലെങ്കിൽ എന്താ പറയാ വേസ്റ്റുകളെ, മാലിന്യങ്ങളെ നന്നായി പുറന്തള്ളാൻ കറ്റാർ വാഴക്ക് സാധിക്കും. അതേപോലെ തന്നെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പോഷകങ്ങളും നന്നായി നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇതിന് സാധിക്കും എന്നൊക്കെയാണ് ഇതിന്റെ ഗുണം എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ദശമൂലത്തെ പറ്റി ഞാൻ പ്രത്യേകം പറയുന്നില്ല, എങ്കിലും ഞെരിഞ്ഞിലിനെ പറ്റി ഒന്ന് പ്രത്യേകം പറയാം. ഞെരിഞ്ഞിൽ പൊതുവെ ദശമൂലത്തിൽ അടങ്ങിയിട്ടുള്ളതാണ്, അതുകൊണ്ട് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും ഞെരിഞ്ഞിൽ പൊതുവെ നമ്മളെ വേദനയെ ഇല്ലാതാക്കാൻ നന്നായി സഹായിക്കുന്ന ഒരു ഘടകമാണ് ഞെരിഞ്ഞിൽ. അതിന് നമ്മളെ പ്രൊഡക്റ്റിനകത്ത് അതിന്റെ പേര് ഗോഷുരു എന്നാണ്. പക്ഷെ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. എല്ലാവരും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. പറയുന്ന സമയത്ത് ഫൗള് പറഞ്ഞു പോകാൻ ഇടവരരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എല്ലാ സ്ഥലത്തും എഴുതി വെച്ച് ഗോരക്ഷ എന്നാണ്. അങ്ങനെ വാക്കില്ല കേട്ടോ. ഗോരക്ഷ എന്നല്ല, ഗോഷുര എന്നാണ്. പക്ഷെ നമ്മുടെ പ്രിന്റിംഗ് തന്നെ എവിടെയൊക്കെയോ ഞാൻ കണ്ടിട്ടുണ്ട് ഗോരക്ഷ. ഗോരക്ഷ അല്ല, ഗോഷുരു അല്ലെങ്കിൽ ഗോഷുര എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് യഥാർത്ഥത്തിൽ ഞെരിഞ്ഞിൽ എന്ന് പറയുന്ന ഘടകം. അതുപോലെ തന്നെ കീഴാർനെല്ലി എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാം. കീഴാർനെല്ലിയൊക്കെ നമ്മൾ കിഡ്നി സ്റ്റോണുള്ള ആളുകൾക്കൊക്കെ നന്നായി കൊടുക്കുന്ന സാധനമാണ് കീഴാർനെല്ലി. അതുപോലെ തന്നെ മുത്തങ്ങ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ദശമൂലത്തിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഉത്തരിച്ചുണ്ട എന്ന് പറയുന്ന സാധനം, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ മറ്റ് കണ്ടന്റുകൾ ഒന്ന് പ്രധാനപ്പെട്ട് പറയാനുള്ളത് നായ്ക്കുരണം എന്ന് പറയുന്ന സാധനം. നായ്ക്കുരണം എന്ന് പറയും, നായ്ക്കുരണ എന്ന് പറയും. എല്ലാവർക്കും അറിയാം നായ്ക്കുരണൊക്കെ. പണ്ട് നമ്മളൊക്കെ ചില സ്കൂളിലൊക്കെ ബിരുദന്മാരായ കുട്ടികളൊക്കെ നായ്ക്കുരണന്റെ പൊടിയും കൊണ്ട് വന്നിട്ട് ആളുകളുടെ മേലെ പിടിപ്പിക്കും. നന്നായിട്ട് ചൊറിഞ്ഞ് രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് വരും. പക്ഷെ നായ്ക്കുരണം എന്തിനാണ് ഇതിനകത്ത് ചോദിച്ചാൽ പ്രധാനമായും പുരുഷ വന്ധ്യതയെ ചെറുക്കാൻ നായ്ക്കുരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ ഉണക്കമുന്തിരി അടങ്ങിയിട്ടുണ്ട്. ഉണക്കമുന്തിരി കൊണ്ടുള്ള ഗുണവും നമുക്കറിയാം. ഉണക്കമുന്തിരി പൊതുവെ നമ്മൾ വെൽ ഹാർട്ടിൽ നമ്മൾ ആഡ് ചെയ്യാറ്. വെൽ ഹാർട്ടിൽ ആ ഉണക്കമുന്തിരി ആഡ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉണക്കമുന്തിരിന്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേശി ബലം വർദ്ധിപ്പിക്കാൻ, എസ്പെഷ്യലി ഹൃദയപേശികളുടെ ബലം വർദ്ധിപ്പിക്കാൻ ഉണക്കമുന്തിരിക്ക് വലിയ സ്വാധീനം ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഘടകം. അതുപോലെ തന്നെ ചുക്ക് ദഹനത്തെ നമ്മൾ പണ്ട് പ്രായമുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. 10 ഫലം ചക്കക്ക് 1 ഫലം ചുക്ക് എന്തോ ഒരു പഴമുണ്ട്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അത് ചക്ക തിന്നാൽ പൊതുവെ നല്ല പഴുത്ത ചക്ക ഇഷ്ടം പോലെ തിന്നാൽ ദഹനം ഉണ്ടാവില്ല. അപ്പോ ഒരു കഷ്ണം ചുക്ക് അതിന്റെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ ദഹനം പെർഫെക്റ്റ് ആയി, ശോധനക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. സ്വാഭാവികം നമുക്കറിയാം ചുക്കിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ദഹനത്തെ പെർഫെക്റ്റ് ആക്കാൻ ഇതിന് സാധിക്കും എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു ഗുണം. അതുപോലെ തേൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശർക്കര ചേർത്തിട്ടുണ്ട്. ശർക്കര യഥാർത്ഥത്തിൽ നല്ല ശർക്കര ഏറ്റവും ഔഷധ മൂല്യമുള്ള ഒരു ഘടകം തന്നെയാണ്. അത് കരിമ്പിന്റെ സത്താണെന്ന് എല്ലാവർക്കും അറിയാലോ ശർക്കര. പക്ഷെ ശർക്കര എന്ന് പറയുന്ന സമയത്ത് പഞ്ചസാര അല്ല, പഞ്ചസാര വിഷമാണ്. ശർക്കര നല്ല ഔഷധ മൂല്യമുള്ളതാണ്. ഈ ശർക്കര ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ശർക്കര എല്ലാ നാച്ചുറൽ ആക്റ്റീവ്സിനെയും അല്ലെങ്കിൽ എല്ലാ പോഷക ഘടകങ്ങളെയും ഒന്നും കൂടെ ബൂസ്റ്റപ്പ് ചെയ്ത് ശരീരത്തിന് ഒന്നും കൂടെ നന്നായി ഉപയോഗപ്പെടുത്താൻ ഇതിന് ശർക്കരക്ക് സാധിക്കും. അതുപോലെ തേനും ഈ പറയുന്നത് പോലെ തന്നെ എല്ലാ പ്രോപ്പർട്ടീസിനെയും എല്ലാ ഔഷധ മൂല്യമുള്ള ഭാഗത്തെയും ശരീരത്തിൽ നന്നായി ഉപയോഗപ്പെടുത്താൻ ഈ പറയുന്ന തേനിനും സാധിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞ
40ഓളം കണ്ടന്റുകളുണ്ട്. എല്ലാ കണ്ടന്റുകളെ പറ്റി ഞാൻ വിശദമായി പറഞ്ഞിട്ടില്ല. എങ്കിലും ഇതിനകത്ത് ഇനിയും ഒരുപാട് കണ്ടന്റുകളുണ്ട്. ഏലക്ക ചേർത്തിട്ടുണ്ട്, കാട്ടുകാച്ചൽ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ കണ്ടന്റുകളും ചേരുന്ന സമയത്ത് നമ്മളെ കയ്യിൽ കിട്ടുന്ന ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കവചപ്രാശ് എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ എന്തൊക്കെ ഇംബാലൻസിങ് സംഭവിക്കുന്നോ അതിനെയൊക്കെ നല്ല ബാലൻസിങ് ലെവലിലേക്ക് ശരീരത്തിലുണ്ടാകുന്ന വാത, പിത്ത, കഫ ദോഷങ്ങളെ മാനേജ് ചെയ്യാൻ ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് വേറൊന്നും വേണമെന്നില്ല. സ്ഥിരമായി ഇത് ഉപയോഗിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം തുടക്കത്തിൽ ഷുഗർ പേഷ്യന്റ് ആയ ഒരാൾക്ക് കവചപ്രാശ് കൊടുത്താൽ നമ്മൾ പറയും ഒന്ന് ബൂസ്റ്റപ്പ് ആവും, നിലവിലുള്ള ഷുഗർ നിലവിൽ കുറച്ചുകൂടെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഈ കവചപ്രാശ് സ്ഥിരമായി ഉപയോഗിക്കുന്ന, റെഗുലറായി കണ്ടിന്യൂസ് ആയി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഷുഗർ ലെവൽ നോർമൽ ആയിക്കോളും, യാതൊരു സംശയവും വേണ്ട. അതായത് ഡയബറ്റിക് സ്റ്റേജിലുള്ള ആളുകൾക്ക് പോലും ഡയബറ്റിക് അല്ലാത്തൊരു കണ്ടീഷനിലേക്ക് തിരിച്ചു വരാൻ ഈ പ്രൊഡക്റ്റിന് സാധിക്കും. മറ്റൊരു കാര്യം, മെമ്മറി തീരെ ഇല്ലാത്ത അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയില്ലാത്ത കുട്ടികളായാലും മുതിർന്ന ആൾക്കാരായാലും ഇതിന് നന്നായി ആ മെമ്മറിയെ നിലനിർത്താൻ, മെമ്മറി ലോസ് ഒക്കെ വരുന്ന അൽഷിമേഴ്സ് പോലുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ, വന്നു കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും സ്വാധീനം ഉണ്ടെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ അൽഷിമേഴ്സ് പോലുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ സ്ഥിരമായി ഇതിനെ ഉപയോഗപ്പെടുത്താം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന സ്ത്രീകളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ വന്ന് ചികിത്സിക്കുന്നതിന് പകരം സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വരില്ല. യഥാർത്ഥത്തിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം മറ്റ് പ്രൊഡക്റ്റുകൾക്ക് ഒരു സ്വാധീനം അവിടെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചോളം ഇത് എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ്. ഡെയിലി യൂസിനുള്ള ഫുഡ് സപ്ലിമെന്റ് ആണ്. സ്ഥിരമായി ഉപയോഗിക്കേണ്ട ഫുഡ് സപ്ലിമെന്റ് ആണ്. ആ രീതിയിൽ നിങ്ങൾക്ക് ആർക്കൊക്കെ ഇതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു, നിങ്ങൾ മറ്റൊരു പ്രൊഡക്റ്റ് ഭാവിയിലേക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമേ വരാത്ത തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ കവചപ്രാശ്. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, ആദ്യമായി ഇത് പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്ത സമയത്ത് അന്ന് ബെല്ലു സാറൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് 6 പ്രൊഡക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഉണ്ടായിരുന്ന പ്രൊഡക്റ്റാണ്, ഇന്നും ഉള്ള ഒരു പ്രൊഡക്റ്റാണ് കവചപ്രാശ്. എന്നും ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റും ആയിരിക്കും കവചപ്രാശ്. അതിനുള്ള ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. മെൽറ്റ് ഫാറ്റ് വന്നിരുന്നു, പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിറ്റ് ആൻഡ് സ്ലിം തെറാപ്പി വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. അങ്ങനെ കുറെ പ്രൊഡക്റ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് വന്ന സ്ഥലത്തുണ്ടാവും, ഒരിക്കലും പോവില്ല. കാരണം കമ്പനിയെ സംബന്ധിച്ചും അവരുടെ ഏറ്റവും സ്വാധീനമുള്ള അല്ലെങ്കിൽ കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു പ്രൊഡക്റ്റാണ് കവചപ്രാശ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കവചപ്രാശ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് മാത്രം ചില സമയത്ത് ഷോർട്ടേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള പല കണ്ടന്റുകളും സീസണലായി ചില സമയത്ത് ഇല്ലാതെ പോകുന്ന സാധനമാണ്. പ്രധാനമായും നെല്ലിക്ക ഒരു സീസണൽ പ്രൊഡക്റ്റ് ആണ്. ആ സീസണൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ അഭാവം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കണ്ടന്റിന്റെ അഭാവം ഉണ്ടെങ്കിൽ ആയുഷ് മാർക്കുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടെ എന്ന് കമ്പനിക്ക് വിചാരിക്കാൻ പറ്റില്ല. ആയുഷ് മാർക്ക് ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന എല്ലാ കണ്ടന്റുകളും കൃത്യമായ അളവിലുണ്ടെന്ന് ഉറപ്പുവരുത്തി, കൃത്യമായ ക്വാളിറ്റി ഉറപ്പുവരുത്തി, ഇതൊക്കെ പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആയുഷ് സർട്ടിഫിക്കേഷൻ ഇതിന് കിട്ടുള്ളൂ, ആയുഷിന്റെ പെർമിഷൻ കിട്ടുള്ളൂ. സ്വാഭാവികമായും ഈ പ്രൊഡക്റ്റിൽ ഏതെങ്കിലും കണ്ടന്റ് ഇല്ലാതെ പോയാൽ ആ ബാച്ച് ഇല്ല. ചിലപ്പോൾ 1, 2, 3 ബാച്ചുകൾ ഇല്ലാതെ പോകാം. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ അന്ന് മുതൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, കവചപ്രാശ് ഏത് സമയത്തും എന്നെ സംബന്ധിച്ചോളം 2 ബോക്സ് എന്റെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ട്. 2 ബോക്സ്, അതായത് 30 എണ്ണം ഞാൻ മിനിമം സ്റ്റോക്ക് ചെയ്യും. വേറെ ഒന്നിനുമല്ല, എന്റെ ടീമിൽ അത്യാവശ്യം ഒരു കവചപ്രാശ് ഇല്ലാത്തത് കൊണ്ട് സെയിൽ പോയി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തൊരു പണിയാണ്. അന്ന് മുതൽ ചെയ്യുന്നൊരു കാര്യമാണ്. അത് എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും എന്റെ കയ്യിൽ പഴയ റേറ്റ്, അത് ചോദിക്കണ്ട, പഴയ റേറ്റിലെ കവചപ്രാശ് പോലും എന്റെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോ ഞാൻ എടുത്തു വെച്ച എന്താണെന്ന് വെച്ചാൽ, ഒരാള് കവചപ്രാശ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഇല്ലാതെ കൊണ്ട് സാറേ കവചപ്രാശ് തീർന്നു പോയി കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയേണ്ട ഒരു ആവശ്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. തീർച്ചയായും നിങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം, സ്ഥിരമായി കവചപ്രാശ് നമ്മൾ ഉപയോഗിക്കുക, എല്ലാവർക്കും നന്നായി പ്രൊമോട്ട് ചെയ്യുക, നമ്മളെ കയ്യിൽ നന്നായി സ്റ്റോക്ക് ചെയ്യുക. ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് വെക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ്. എത്രയോ പ്രാവശ്യം ഞങ്ങളൊക്കെ തുടക്കത്തിൽ അനുഭവിച്ച പ്രശ്നം കൊണ്ടാണ് ഈ ഒരു ചിന്ത നമ്മളെ മനസ്സിലുണ്ടാകുന്നത്. കവചപ്രാശ് 3 മാസം 4 മാസം ഞങ്ങൾക്ക് സ്റ്റോക്ക് ഇല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴല്ല, കേരളത്തിലെ സ്റ്റോറുകൾക്ക് വരുന്നതിന് മുമ്പേ
മംഗലാപുരത്ത് പോകുന്ന സമയത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കവചപ്രാശ് വന്നോ എന്ന് എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ആ സമയത്താണ് കൃത്യമായ ഇൻഫർമേഷൻ കിട്ടിയത്, സാറേ അതിന് സീസണലായിട്ടുള്ള കുറച്ച് കണ്ടന്റുകൾ കിട്ടുന്നില്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാവില്ല. പിന്നീട് ശ്രദ്ധിച്ചൊരു കാര്യമാണ് കവചപ്രാശ് സ്റ്റോക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കവചപ്രാശ് നന്നായി സ്റ്റോക്ക് ചെയ്യുക, നന്നായി യൂസ് ചെയ്യുക, നന്നായി പ്രൊമോട്ട് ചെയ്യുക. കവചപ്രാശ് എന്ന് പറഞ്ഞ ഒറ്റ പ്രൊഡക്റ്റ് കൊണ്ടുള്ള അതുകൊണ്ടുള്ള റിസൾട്ട് മാത്രം മതി നിങ്ങൾക്ക് എല്ലാ ബിസിനസ്സും ഇതിനകത്ത് ഏത് ഹൈ ലെവലിൽ നമുക്ക് എത്താനും. ഈ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്യും, നമ്മൾ ഉപയോഗിക്കും, നമ്മൾ പ്രൊമോട്ട് ചെയ്താൽ മതി. തീർച്ചയായും ഈ പറഞ്ഞ കവചപ്രാശത്തിനെ നന്നായി മനസ്സിലാക്കി എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ് ആൻഡ് ജയ് മൈ ഡേ.